അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ബ്രൊക്കോളി റൈസ് ആണ്. ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറച്ച് ചിക്കൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാർട്ട് സ്കിപ്പും ചെയ്യാം കേട്ടോ. മുട്ട മാത്രം ഇട്ടാലും മതി. എന്നിട്ട് പിന്നെ അതേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചധികം ഗാർലിക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടില്ലേ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രൊക്കോളി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ ബ്രൊക്കോളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം ആഡ് ചെയ്തതും. പിന്നെ ബ്രൊക്കോളി അധികം ഓവർ കുക്ക് ആവാണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ റൈസിൽ ആ ബ്രൊക്കോളിയുടെ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ഓവർ കുക്ക് ചെയ്യരുതെന്ന് പറയണേ. പിന്നെ അറിയാമല്ലോ, ബ്രൊക്കോളി ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ കംപ്ലീറ്റ്ലി മാറിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൊക്കോളി കുക്കായി കഴിയുമ്പോൾ കളർഫുൾ ആവാൻ വേണ്ടി മാത്രം കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യണേ. അപ്പോൾ അടിയിൽ കരിഞ്ഞ് പിടിക്കാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ബാച്ചായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള സ്റ്റിക്കി റൈസാണ് ആഡ് ചെയ്യണേ. ഇതിന് പകരം ബസുമതി റൈസോ സെല്ല ബസുമതി റൈസോ ജീരകശാല അരിയോ അതല്ലെങ്കിൽ നമ്മുടെ റേഷൻ അരി ചോറില്ലേ വെള്ള, അതായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സോയാ സോസും ഹോട്ട് ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി സോസൊക്കെ അവോയ്ഡ് ചെയ്താൽ മതിയേ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ടൈമിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പാർട്ട് ഇല്ലേ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബ്രൊക്കോളി റൈസ് റെഡിയായി. അപ്പം നമുക്കിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ. ഇത്രയും വലിയ പീസായിട്ടുള്ള ബ്രൊക്കോളി കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ റൈസായിട്ട് നല്ലോണം ബ്ലെൻഡായി പൊക്കോളും. പിന്നെ നമുക്കിത് പ്ലെയിൻ ആയിട്ടും കഴിക്കാം, അതല്ലെങ്കിൽ യോഗേട്ടിൻ്റെ കൂടെയോ ഇപ്പോൾ ചിക്കൻ കറി, ചില്ലി ചിക്കൻ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാം. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.